പിണ്ടി പെരുന്നാൾ ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഇരിങ്ങാലക്കുട, ചിറ്റാറ്റുകര, കുന്നംകുളമൊക്കെ. ഇവിടത്തെയൊക്കെ പിണ്ടി പെരുന്നാളിന്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കുന്നംകുളത്തെ പിണ്ടി പെരുന്നാൾ ആഘോഷത്തിന്റെ സ്ഥലത്താണ്. ഇവിടെ കുന്നംകുളം ഫുൾ എനർജറ്റിക് ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനും കാതിനും ഒക്കെ കുളിർമയേകുന്ന ഒരു ആഘോഷമാണ്. നിറയെ ആളുകളാണ്. ഈ ആളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ നിറയെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ഈ റോഡുകൾ, ഈ ഇടുങ്ങിയ റോഡാണല്ലോ, അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. അതിനിടയിലുള്ള ഇടുങ്ങിയ റോഡിലൂടെ നിറയെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുക എന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇനി പിണ്ടി പെരുന്നാളിനെ പറ്റി പറയുകയാണെങ്കിൽ ജനുവരി 5, 6 തീയതികളിലാണ് പിണ്ടി പെരുന്നാൾ ആഘോഷം നടക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു ആഘോഷം തിമിർത്ത് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് കുന്നംകുളം. അപ്പൊ ഈ കുന്നംകുളം അങ്ങാടിയിലെ ആഘോഷ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പിണ്ടി പെരുന്നാൾ എന്തുകൊണ്ടാണ് കുന്നംകുളത്ത് ഇത്രയും ആഘോഷമായത്, എന്തിനാണ് പിണ്ടി പെരുന്നാൾ ആഘോഷിക്കുന്നത്? നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പിണ്ടി പെരുന്നാളിനുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം ക്രിസ്മസ് ക്രിപ്പൊക്കെ ഉണ്ടാക്കിയവർ അതൊന്നും അഴിക്കില്ല. ഈ ഒരു പിണ്ടി പെരുന്നാൾ വരെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ആ ഒരു ആഘോഷം, ക്രിസ്മസ് ആഘോഷം തീരുന്നത് ഏകദേശം ഈ ഒരു പിണ്ടി പെരുന്നാളോട് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് മുതലേ എല്ലായിടത്തും വീടുകളിൽ ഇങ്ങനെ പിണ്ടി, വാഴയുടെ പിണ്ടി, കുലച്ച വാഴ വെട്ടി പിണ്ടി ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ തിരി തെളിയിച്ച് അങ്ങനെ ആഘോഷിച്ച് വരുന്നത് ഇന്നും എല്ലാവരും അങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. പല പല മാറ്റങ്ങളും ഈ ഒരു ആഘോഷത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഗംഭീരമായിട്ട് ഇന്നും കുന്നംകുളംകാരെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ കുന്നംകുളത്തെ പിണ്ടി പെരുന്നാൾ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് പിണ്ടി പെരുന്നാൾ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ പിണ്ടി പെരുന്നാളിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാനായിട്ട് സെന്റ് മത്തിയാസ് ചർച്ചിലെ വികാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. നമ്മുടെ വലിയ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. നമ്മൾ ഈ ഒരു പിണ്ടി പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്. കുന്നംകുളത്തെ പിണ്ടി പെരുന്നാൾ വളരെ പ്രശസ്തമാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രശസ്തിക്കുള്ള കാരണം എന്താ? എല്ലായിടത്തും പിണ്ടി പെരുന്നാൾ ഉണ്ടെങ്കിലും കുന്നംകുളം സ്പെഷ്യലാണ്. അതിന്റെ കാരണം എന്താ? ഈ കുന്നംകുളം പട്ടണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ 4 ദേശം, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, ഈ 4 ദേശങ്ങളിലും ഓർത്തഡോക്സ് സഭയുടെ ഓരോ പള്ളികളുണ്ട്. ആ പള്ളികൾക്കൊക്കെ ഓരോരോ പെരുന്നാളുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. കിഴക്ക് വശത്തുള്ള പുത്തൻപള്ളിയിലെ 12-ാം തീയതി പെരുന്നാൾ, അങ്ങനെ ഓരോ പള്ളിക്കും ആ രീതിയിൽ ഈ പള്ളിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് പിണ്ടി പെരുന്നാൾ. വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പെരുന്നാൾ നടത്തുന്നത്. എന്നാൽ ഈ സമീപകാലത്തായിട്ട് ആഘോഷങ്ങൾ ഏറെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ആഘോഷങ്ങൾ കൂടി, ഒരുപാട് ആളുകൾ അതിൽ സംബന്ധിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരസ്യങ്ങളും വർദ്ധിച്ചു തുടങ്ങി, ധാരാളം ആളുകൾ വരാൻ തുടങ്ങി. ഈ പള്ളിയാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സെന്റ് മത്തിയാസ് എന്ന് പറയുന്ന ശ്ലീഹായുടെ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്.
പക്ഷേ പിണ്ടിപ്പെരുന്നാൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് നടത്തുന്നത്. കുന്നംകുളത്തെ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ വേർഡ് ദനഹാ പെരുന്നാൾ എന്നാണ്. ദനഹാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ പലർക്കും അറിയാൻ പാടില്ല, പക്ഷെ പിണ്ടിപ്പെരുന്നാൾ അതിന്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ പിണ്ടിയിൽ വിളക്ക് കത്തിക്കുന്ന ഒരു സ്വഭാവം. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ലൈറ്റുകളായി, പക്ഷെ പണ്ട് അതല്ലായിരുന്നു. പിണ്ടിയിൽ തവി വെച്ച് എണ്ണയൊഴിച്ച് തിരി കത്തിക്കുകയാണ്. അപ്പം അത് പ്രകാശം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ, ദനഹ എന്ന് പറയുന്നത്. അതായത് കർത്താവിന്റെ മാമോദീസ നടന്ന ദിവസമാണിത്. ലോകത്തിലേക്ക് ജനിച്ച് മാമോദീസ നടന്നത്. അപ്പോൾ അതൊരു വലിയ പ്രകാശമാണ് ലോകത്തിന് മുഴുവൻ. അതുകൊണ്ടാണ് ഈ പിണ്ടിയിൽ തിരി കത്തിക്കുന്നത്. അങ്ങനെയാണ് ഇത് ഇപ്പോൾ ഈ നാട്ടിൽ അത് വളരെ ഫേമസ് ആയി. പക്ഷേ എണ്ണ കൊണ്ട് കത്തിക്കുന്ന രീതി ഇപ്പോൾ കുറഞ്ഞു പോയി. ഇലക്ട്രിക് ലൈറ്റ് ആണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും ആഘോഷം വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സും ആളുകളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ വാദ്യഘോഷങ്ങള്. ഇതൊക്കെ ഓരോ സമയം കഴിയും തോറും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ഓരോ വർഷവും പുതിയ ട്രെൻഡ് വരുന്നതിനനുസരിച്ച് ആഘോഷത്തിൽ ആ ട്രെൻഡ് വരുന്നുണ്ട്. ആഘോഷ ട്രെൻഡ് ധാരാളം ഉണ്ട്. ഇപ്പൊ ആളുകള് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ധാരാളം ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അസ്ഥിരത ഓർത്തിട്ടാന്ന് തോന്നുന്നു മാക്സിമം ആഘോഷിക്കുക എന്ന രീതിയിലായിട്ടുണ്ട്. പക്ഷെ നല്ലത് തന്നെയാണ്. അത് അത്ര മോശമായിട്ടൊന്നും കാണാൻ പറ്റുകയില്ല. ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. അതിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാതിരുന്നാൽ മതി. അങ്ങനെ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മാക്സിമം ആഘോഷിക്കുക. തീർച്ചയായും നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷപൂർണ്ണമായിട്ടിരിക്കണം. അത് ആഘോഷത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും. അങ്ങനെ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അതിപ്പോ പിണ്ടിപ്പെരുന്നാളാണെങ്കിലും നമ്മൾ മാക്സിമം ആഘോഷിക്കണം. അതിനായിട്ട് കുന്നംകുളത്തേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരും. ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു ആഘോഷമാണ് ഇവിടെ കുന്നംകുളത്തെ ആഘോഷം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ടെങ്കിലും എല്ലാവരും കുന്നംകുളത്തെ പിണ്ടിപ്പെരുന്നാൾ എടുത്ത് പറയുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ആഘോഷങ്ങൾ വളരെ വലുതാണ് ഇവിടെ. നമ്മൾ എത്ര കേട്ടറിഞ്ഞാലും അത് മതിയാവുകയില്ല. ഒരു പ്രാവശ്യം പെരുന്നാൾ ഈ ആഘോഷങ്ങൾ കാണാൻ വന്നവര് ജീവിതത്തിൽ എല്ലാ വർഷവും വരും. അതാണ് അതിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുന്തോറും ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇന്നലെയൊക്കെ രാത്രി 12:30-1 മണി വരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട്. ഈ വർഷം ഇതപ്പോൾ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ഇനി ആളുകളുടെ ഒരു വലിയ നിരയാണ്. ഈ അങ്ങാടികൾ നടക്കാൻ പറ്റില്ല, അത്തരത്തിൽ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ അത് ആസ്വദിക്കാനായിട്ട് ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടെ തന്നെയാണ്. അതെ, ഒരുപാട് ദൂരെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നടന്നാണ് ഇവിടേക്ക് വണ്ടിയൊന്നും കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും ആളുകൾ. നമ്മുടെ ഈ അങ്ങാടി എന്ന് പറഞ്ഞത് വീതി കുറഞ്ഞ അങ്ങാടികളാണല്ലോ. അടുപ്പിച്ച് പഴയ നമ്മുടെ പാലക്കാട്ടുള്ള അഗ്രഹാരം പോലെയുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കുന്നംകുളത്തിലെ ഈ ഒരു പിണ്ടിപ്പെരുന്നാളിന് ഇത്രയും പ്രാധാന്യം വരാനും. അതെ. അപ്പോൾ ആളുകൾ ഒത്തിരി വരുന്നു. വീടുകൾ അടുത്തടുത്താണ്. ഈ വീടുകളിലൊക്കെ ഒത്തിരി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ ആഘോഷമാണ് നടക്കുന്നത്. പിന്നെ ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം, കഴിഞ്ഞ ദിവസമാണ് ഇത് കൂദാശ ചെയ്തത്. ഇത് വലിയ ഒരു 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു. ഇപ്പൊ അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം കൂദാശ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഈ ദേവാലയം കാണുവാനായിട്ടും ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ തിരുവത്താഴാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് ആളുകൾക്കായി കാണാനായിട്ട് സാധിച്ചത്. അപ്പം ഇതൊക്കെ കാണുവാനായിട്ട് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. അത് സന്തോഷമാണ്. ഏതായാലും ഈ പള്ളിയുടെ ചുമതലക്കാരെന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനും പ്രത്യേകിച്ച് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു തിരക്കിനിടയിലും കുറച്ച് സമയം ഞങ്ങൾക്കായിട്ട് മാറ്റി വെച്ചതിന് ഒരുപാട് താങ്ക് യു. പിണ്ടിപ്പെരുന്നാൾ ആഘോഷം തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയകാല പിണ്ടിപ്പെരുന്നാൾ ഓർമ്മകളും അതുപോലെ കുന്നംകുളത്തെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷമൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ ടിൻറ്റു ജോണി ടീച്ചറാണ്. നമ്മുടെ കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂളിലെ ടീച്ചറാണ് അല്ലേ? ടീച്ചർ പഴയകാല ഓർമ്മകളൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യാതാലോ? ഓക്കെ സന്തോഷം.
ടീച്ചർ കുന്നംകുളംകാരി തന്നെയാണ്? കുന്നംകുളംകാരി തന്നെയാണ്. കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷത്തോളമായി. ചെറുപ്പത്തിൽ എന്താ പറയുക, വീട്ടിൽ പപ്പ പറമ്പിൽ പോയിട്ട് പിണ്ടി മുറിച്ച് കൊണ്ടുവരും. സാധാരണ കൂടുതലും നമ്മൾ കൊലച്ച വാഴയുടെ പിണ്ടിയാണ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ചുറ്റും 5 മണിയോട് കൂടിയിട്ടാണ് തിരി തെളിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. അപ്പോൾ പള്ളിയിൽ സന്ധ്യ നമസ്കാരത്തിന് ശേഷം പള്ളിയിലത്തെ മദ്ബഹായിലിന് തീ എടുത്തിട്ടാണ് പള്ളിയിലത്തെ പിണ്ടി ആദ്യം തെളിയിക്കുക. അതിനുശേഷമാണ് പിന്നെ വീടുകളിൽ തിരി തെളിയിക്കുള്ളൂ. യേശുകുഞ്ഞിൻ്റെ മാമോദീസയാണ് പിണ്ടിപ്പെരുന്നാൾ. പിന്നെ വീടുകളിലും വീടിന് ചുറ്റുമൊക്കെ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യും. ഗൃഹനാഥനായിരിക്കും ഏറ്റവും ആദ്യം തിരി തെളിയിക്കുക. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അത് കംപ്ലീറ്റ് ചെയ്യും. പഴയ കാല ഓർമ്മകൾ ഇപ്പോഴും നൊസ്റ്റാൾജിക് തന്നെയാണ്. അന്ന് ഇത്രയും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. വീടുകളിൽ അവരവരുടെ വീടുകളിൽ പിണ്ടി കത്തിക്കുക, പിന്നെ പിണ്ടി കത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത വീടുകളിലൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ പോവുക, അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ രീതിയിൽ ആഘോഷം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇത്രയും ഭീകരമായിട്ടുള്ള രീതിയിലുള്ള ആഘോഷം തുടങ്ങിയിട്ട്. കുന്നംകുളം മുതൽ വൈശ്ശേരി വരെയുള്ള അങ്ങാടികളിലാണ്, എല്ലാ അങ്ങാടികളും ചേർന്നാണ് ഈ ആഘോഷം നടത്തുന്നത്. മെയിനായിട്ടും തെക്കേങ്ങാടിയുടെ പെരുന്നാളാണ്, തെക്കേങ്ങാടി പള്ളിയുടെ പെരുന്നാളാണ്. ഈ വർഷം ഇത്തിരി കൂടി ഗംഭീരമാണ് ആഘോഷം. കാരണം തെക്കേങ്ങാടിയുടെ പള്ളിയുടെ കൂദാശ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത്. അടുത്ത 4-ാം തീയതി ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇത്തിരി ഗ്രാൻഡാണ്. പതിവിലും കേമാണ് ഇപ്രാവശ്യം. പണ്ട് കാലത്തൊക്കെ മൺചരാതികളിലും ചിലപ്പോൾ മുമ്പൊക്കെ മൺചരാതികളിൽ കത്തിച്ചായിരുന്നു. പിന്നെ കൂർത്ത സ്റ്റീലിൻ്റെ തവികൾ കിട്ടും. അത് ഈ പിണ്ടിയുടെ 4 ഭാഗത്തായിട്ടും ആദ്യം വെക്കും. ഏറ്റവും ആദ്യം അതിൽ തിരി തെളിക്കുക. കിഴക്ക് ഭാഗത്തേക്കുള്ള തിരിയാണ് ഏറ്റവും ആദ്യം കത്തിക്കുക. എണ്ണ ഒഴിച്ച് അതിലേക്ക് തിരി ഉണ്ടാക്കലൊക്കെ ഒരു ചടങ്ങാണ്. മമ്മിയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കോട്ടൺ തുണി ഇങ്ങനെ തിരുമ്മി ആണ് തിരി ഉണ്ടാക്കുക. പക്ഷെ ഇപ്പോൾ കാലം പുരോഗമിക്കും തോറും തിരി മെഴുകുതിരി ഇപ്പൊ മാലബൾബായി മാറി. അങ്ങനെ ആഘോഷങ്ങളിലും മാറ്റം വന്നതുപോലെ തന്നെ പിണ്ടിയിലും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ മാലബൾബ് കൂടുതലേ. പിന്നെ അത് എപ്പോഴും കെടുക കത്തിക്കുക അങ്ങനത്തെ പ്രശ്നം വരണില്ലല്ലോ. കാറ്റിന് കെടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കണം. അല്ലെങ്കിൽ അതെ, ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ആളുകളാണല്ലോ. നമുക്കറിയാം ഈ ഒരു അങ്ങാടിയുടെ പ്രത്യേകത തന്നെ ഇവിടുത്തെ വീടുകളാണ്. ക്രിസ്ത്യൻ ഏരിയ ആണ്. എല്ലാ അങ്ങാടികളിലും ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് വീടുകൾ. പാലക്കാടൻ അഗ്രഹാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മാതൃകയിലാണ് ഇവിടെ വീടുകൾ. ഈ അങ്ങാടികളിലൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. മിക്ക അങ്ങാടികളിലും എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഇവിടെ വന്ന് മമ്മിയുടെ വീടായാലും മമ്മിയുടെ ചേച്ചിമാരുടെ വീടുകളായാലും ഒക്കെ ഈ അങ്ങാടിയിൽ തന്നെയാണ്. അപ്പോൾ വളരെ ഞാൻ ഫെമിലിയർ ആണ് ഈ അങ്ങാടികളായിട്ട്. അപ്പൊ ഇവിടെയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ വീടുകളിലുള്ള സന്തോഷവും ഈ പറഞ്ഞ പോലെ നിറയെ ആൾക്കാരാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ബഹളും ഈ വഴികളാണെങ്കിൽ തന്നെ തിങ്ങി നിറയാണല്ലോ. ഇനിയിപ്പോ കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ വണ്ടികളിലൊന്നും കാണല് അത്ര എളുപ്പമല്ല. നടന്ന് തന്നെ ആസ്വദിച്ച് കാണണം. നടന്ന് ആസ്വദിക്കുക തന്നെ വേണം. അങ്ങനെയാണ്. അതുപോലെ ഈ ആഘോഷങ്ങളിലാണെങ്കിലും ബാൻഡ് സെറ്റ്, പിന്നെ ഇപ്പോ പുതിയ ആഘോഷങ്ങൾ ഓരോ ഭാഷയുണ്ടല്ലേ. നാസിക് ഡോള്, പിന്നെ പല കൊട്ടുകൾ, വെറൈറ്റി നമ്മൾ ഇതുവരെ കാണാത്ത തരം വെറൈറ്റി കൊട്ടുകളൊക്കെ ഇപ്പൊ കൊല്ലം കണ്ടിട്ടുണ്ട്. അങ്ങനെ ലൈറ്റ് കൊണ്ടും ശബ്ദം കൊണ്ടും പടക്കം അത് വേറെ, അങ്ങനെ ഫ്യൂഷൻ ഗിറ്റാർ ഒക്കെ, പിന്നെ DJ ഒക്കെ ഉണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാ ആഘോഷവും ചേർന്നിട്ടാണ് നമ്മുടെ പിണ്ടിപ്പെരുന്നാൾ കുന്നംകുളത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു നൊസ്റ്റാൾജി ഉള്ളത് കൊണ്ട് നടക്കുന്ന സമയത്ത് എപ്പോഴും പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോവല്ലേ, റിവൈൻഡ് അടിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ആഘോഷം നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഈ പിണ്ടിപ്പെരുന്നാൾ കുന്നംകുളത്ത് ആഘോഷമാണെങ്കിലും എല്ലായിടത്തും കാണുന്നത് നമ്മുടെ മാലബൾബ് ചുറ്റിയിട്ടുള്ള വിളക്കുകളാണ്, പിണ്ടികളാണ്. അതാ ഇവിടെയൊക്കെയാണ് വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് തനതായ പിണ്ടിയിൽ ഇങ്ങനെ കുത്തിയിട്ടുള്ള തിരി തെളിയിച്ചിട്ടുള്ള അങ്ങനെയുള്ള പിണ്ടികൾ കാണാനായിട്ടുള്ളൂ. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ.
പറയില്ലേ പണ്ട് പിണ്ടിയിൽ തവികൾ സ്പൂണൊക്കെ വെച്ചിട്ടാണ് തിരി തെളിയിക്കാറ് എന്നൊക്കെ പറയില്ലേ, ഇവിടെ ആ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് തിരി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ തനതായ പിണ്ടിയിലുള്ള പിണ്ടിപ്പെരുന്നാൾ ആഘോഷം. നിങ്ങളെല്ലാവരും വിരുന്ന് വന്നതാണോ ഇവിടെ പിണ്ടിപ്പെരുന്നാളിന്? ഈ പിണ്ടിപ്പെരുന്നാളിന്റെ സമയത്ത് കുന്നംകുളത്ത് നല്ല തിരക്കാണ് അല്ലേ? നിങ്ങൾ കുറെ പേര് വിരുന്നുകാരൊക്കെ ഉണ്ടെന്നോണ്ട് വീട്ടില്. എറണാകുളത്ത് നിന്ന് പിണ്ടിപ്പെരുന്നാളിനായിട്ട് ആഘോഷിക്കാൻ വന്നത്. അപ്പൊ ഇവിടുത്തെ ആഘോഷം ചെറുതല്ല. എല്ലാ വർഷവും ഇതുപോലെ വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. ഇതെന്റെ അമ്മയുടെ വീടാണ്, അപ്പൊ ഞങ്ങൾ എല്ലാ വർഷം വരും പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കും. ഈ പിണ്ടിപ്പെരുന്നാളിന് ഏറ്റവും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് എന്താ? സ്പെഷ്യലായിട്ട് ഈ ഡെക്കറേഷൻസും പിന്നെ ഈ പിണ്ടി കത്തിക്കുന്ന ആ ഒരു ആഘോഷമൊക്കെ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. എറണാകുളത്ത് ഉണ്ടോ പിണ്ടിപ്പെരുന്നാള്? എറണാകുളത്തൊന്നും ഇല്ല, ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പെരുന്നാൾ. അതെ, നമ്മള് വീട്ടിലെ ആൾക്കാർ തന്നെയാണല്ലേ. പേരെന്താ? സ്നേഹ. ചേട്ടന്റെ പേര്? എൻ്റെ ഒരു ഏബൽ. പേരെന്താ? സ്നീയ. വിളക്കൊക്കെ കഴുത്തുന്നു പല സ്ഥലത്തും നമ്മളിങ്ങനെ മാലവൾപ്പൊക്കെ ചുറ്റിയിട്ടുള്ള വിളക്കാണ് അല്ലേ? അപ്പൊ ഇവിടെ എപ്പോഴും പഴയ രീതിയിലുള്ള പിണ്ടിപ്പെരുന്നാൾ ആഘോഷമാണ്. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പ പറഞ്ഞു ഞാൻ ചെയ്തു എന്നുള്ളതാണല്ലേ. പക്ഷെ ഇതിനാണല്ലേ ഒരു കുറച്ചുകൂടെ ഒരു നമുക്ക് എന്താ ഒരു സന്തോഷം തോന്നുന്നത് ഇങ്ങനത്തെ വിളക്ക് കാണുമ്പോഴാണ്, കത്തിക്കുമ്പോഴും അല്ലേ. ഇലക്ട്രിക് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ ചുറ്റി വെച്ചാൽ കഴിഞ്ഞു. പക്ഷെ ഇതാവുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഡെക്കറേഷനിൽ പാട്ടാവുന്നു, ഇതിങ്ങനെ കത്തിക്കുന്നു. കെടും എന്നുള്ളത് ശരിയാണ്, വേഗം കെട്ടുപോകും, എന്നാലും അത് വീണ്ടും കത്തിക്കുന്നു. ഇങ്ങനെ എല്ലാവരും കൂടെ കസിൻസ് ഒക്കെ കൂടെ ഒരു പ്രത്യേക ആഘോഷമാണ് അല്ലേ. പേരെന്താ? ഏഞ്ചലിന് ഈ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? പടക്കൊക്കെ പൊട്ടിക്കാം, പിന്നെ ഇങ്ങനെ കത്തിക്കാം, പിന്നെ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ആണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും ആഘോഷമാണ്. കുന്നംകുളത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നിറയെ ആളുകളാണ്, ബഹളാണ്, സന്തോഷമാണ്, ചിരികളാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് നമ്മൾ ഈ കാണാനായിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. കുന്നംകുളത്തെ പിണ്ടിപ്പെരുന്നാൾ ഒരു ഒന്നൊന്നര പെരുന്നാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും പണികൾ നടക്കട്ടെ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി ഉണ്ട്. പേരെന്താ മോളുടെ? സ്നേഹ. സിയോന ഏത് ക്ലാസ്സിലാ? 5ല്. പെരുന്നാൾ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എല്ലാ കൊല്ലം പെരുന്നാൾ കാണാൻ വരാറുണ്ടോ? പിണ്ടിപ്പെരുന്നാളിന്റെ പ്രത്യേകത എന്താ? പിണ്ടിപ്പെരുന്നാളിന്റെ പ്രത്യേകത മെയിനായിട്ട് പിണ്ടിയാണ്. അങ്ങനെ പിന്നെ ലൈറ്റുകളും എല്ലാം സൂപ്പറാണ്. ഇങ്ങനെ വഴി മുഴുവൻ ലൈറ്റ് മാല ബൾബൊക്കെ ആയിട്ട് എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഇങ്ങനെ കുറെ കച്ചവടങ്ങളുണ്ട്. അച്ഛൻ എന്തെങ്കിലും വാങ്ങി തന്നോ? കുഴപ്പമില്ലാണ്ട് വാങ്ങി തന്നു. അത് അവിടെ ഉണ്ടല്ലോ. സ്നേഹക്കുട്ടി, ഇഷ്ടായോ പെരുന്നാള്? എന്താ ഏറ്റവും ഇഷ്ടമായത് പെരുന്നാളില്? ലൈറ്റ് ആണല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. പടക്കം പൊട്ടുന്നുണ്ടല്ലോ, കണ്ടോ കേട്ടോ? പേടിയോ? ഞെട്ടിയോ പെട്ടെന്ന്? ചേച്ചി ഞെട്ടിയില്ലോ? സ്നേഹം ഞെട്ടിയില്ല? ധൈര്യം ഉണ്ടല്ലോ. പേരെന്താണ്? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എങ്ങനെയുണ്ട് കുന്നംകുളത്തെ ഇത്തവണത്തെ പിണ്ടിപ്പെരുന്നാൾ? വാക്കുകളില്ല പറയാനായി. എല്ലാവർക്കും സ്വാഗതം പരിപാടിക്ക്. ഇതൊരു കുന്നംകുളം ഫെസ്റ്റിവലായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വില്ലേജ് എന്നൊക്കെ പറയും കുന്നംകുളം അങ്ങാടിയെ. ആഘോഷമാണ്, ആഘോഷ തിമിർപ്പിലാണ് കുന്നംകുളം. എല്ലാവരും എത്തുന്നുണ്ട്. വീട്ടിലൊക്കെ വിരുന്നുകാരുണ്ടോ? എല്ലാവരും കറങ്ങാൻ നടക്കുകയാണ്. ഏത് അങ്ങാടിക്ക് തിരിഞ്ഞാലും ഫുൾ ടീമാണ്. ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു കയറുന്നത് എപ്പോഴാ? ഒരു സമയമില്ല. ഇന്നൊരു ദിവസം എല്ലാവർക്കും എക്സെപ്ഷൻ ആണല്ലേ. എത്ര നേരം വൈകി വന്നാലും ആരും ഒന്നും പറയില്ല അല്ലെ ഈ ഒരു ദിവസങ്ങളിൽ. വീണ്ടും ഒരു കലോത്സവം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്ത് വന്നാലും ആഘോഷിക്കാൻ റെഡിയാണ് കുന്നംകുളം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു കുന്നംകുളത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമാവാണ്. എന്ത് രസം അവിടെ കാണാൻ. മതമൈത്രിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പള്ളിയാണ്. അപ്പോ ഒരു മതമൈത്രിയുടെ കൂടി ഒരു ഫെസ്റ്റിവലാണ്. അതെ, ഇവിടെ നിറയെ ലൈറ്റും എന്ത് രസം അവിടെയൊക്കെ കാണാൻ തന്നെ. കുറെ കച്ചവടങ്ങളും പിന്നെ എല്ലാ വീടുകളിലും നിറയെ ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയിരുന്ന് സംസാരിക്കുന്നത്, പാട്ട് പാടുന്നത്, ആഘോഷിക്കുന്നതൊക്കെ കാണാൻ തന്നെ എന്ത് രസം. അത് മാത്രമല്ല ഇവിടെ പലതരത്തില് പല ഭാഗത്തും പലതരത്തിലുള്ള ആഘോഷം. ചില സ്ഥലത്ത് ചെണ്ട കൊട്ടിയുള്ള ആഘോഷം, ചില സ്ഥലത്ത് ബാൻഡ് വേളം, പിന്നെ ഇങ്ങനെ പ്രത്യേകമായിട്ട് വേഷം കെട്ടിയിട്ടുള്ള ആളുകൾ വേറെ, അങ്ങനെ പലതരത്തിലെ ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ വീടിന് മുമ്പിലാണെങ്കിലും ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് ഉണ്ട്. ഈ റോഡിലുള്ള ഈ ഡെക്കറേഷൻസ് കൂടാതെ പിന്നെ ഇങ്ങനെ പിണ്ടികൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. മൊത്തത്തില് നല്ല കളർഫുൾ ആയിട്ട് നല്ല സൗണ്ടില് പിന്നെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ കാണാനുണ്ട്. അങ്ങനെ മൊത്തത്തില് ഭയങ്കര ഒരു ആഘോഷമാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാ. ഒരിക്കലും നമ്മൾ കണ്ടില്ല
എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കുന്നംകുളത്തെ പിണ്ടി പെരുന്നാൾ.